കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപയുടെ തിരിമറി നടന്നതായി പരാതി. മുനിസിപ്പൽ ഡയറക്ടറേറ്റ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഈ തിരിമറി കണ്ടെത്തിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നഗരസഭയുടെ 7 ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തിരിമറി നടത്തിയതായാണ് കണ്ടെത്തൽ. കോട്ടയം നഗരസഭയിൽ ഇതിനു മുൻപ് 2.5 കോടിയുടെ പെൻഷൻ തട്ടിപ്പും നടന്നിട്ടുണ്ട്. അതായത് നഗരസഭാ അക്കൗണ്ടിൽ 6 ബാങ്കുകളിലായിട്ട് നഗരസഭയിൽ കാണേണ്ട 211 കോടി രൂപ കാണാനില്ല എന്ന് ഡയറക്ടറേറ്റിലെ വിജിലൻസ് വിഭാഗം ഇവിടെ നടത്തിയ പരിശോധനയിൽ കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ ചെയർപേഴ്സണോ ഇക്കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട വിവരം അനുസരിച്ചാണ് ഞങ്ങൾ കൗൺസിലിൽ ഈ ചോദ്യം ഉന്നയിച്ചത്. ഇതിനെപ്പറ്റി കൃത്യമായ മറുപടി പറയാൻ ചെയർപേഴ്സണോ ബന്ധപ്പെട്ടവർക്കോ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒന്നും അറിയിച്ചിട്ടില്ല എന്നാണ് ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ പറഞ്ഞത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ നമുക്ക് ഓഡിറ്റിൻ്റെ ഭാഗത്തു നിന്നോ സെക്രട്ടറിക്കോ ചെയർപേഴ്സണായി എനിക്കോ ഇതുവരെ ഇതുപോലെയുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്നലത്തെ കൗൺസിൽ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുകയും സെക്രട്ടറി അത് ഓഡിറ്റ് വിഭാഗത്തിൽ നേരിട്ട് തന്നെ പോയി അന്വേഷിക്കുകയും ചെയ്തു. അവിടുന്ന് നമുക്ക് ഒന്നും കണ്ടെത്താനായിട്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഒരു കൗൺസിൽ യോഗം കൂടി ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിതിൻ തോമസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. നിതിൻ, ഞാൻ 3 തവണ ആ വാർത്തയൊന്ന് വായിച്ചു നോക്കി. 1-2 കോടിയല്ല, 211 കോടിയാണ്. ഇത്രയും വലിയ തുക, ആ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത്? തീർച്ചയായിട്ടും ആര്യ, 211 കോടിയാണ്. ആ ഒരു തുകയുടെ വലിപ്പം തന്നെയാണ് ഞാനും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് തന്നെ. കാരണം ഈ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ 7 മാസം മുൻപാണ് വേറൊരു തിരിമറി നടന്നത്, 2.5 കോടി രൂപയുടെ. ഈ 2.5 കോടി രൂപയുടെ തിരിമറി നടക്കുന്നു, അതിന് മുമ്പ് പരിശോധനകൾ നടക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 2023 നഗരസഭയിലെ റീകൺസിലിയേഷൻ രേഖകൾ പരിശോധിച്ചതിൽ വർഷങ്ങളായി ചെക്ക് മുഖേന സ്വീകരിച്ച തുകയിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയതെന്നാണ് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്. അതിൽ ഈ ചെക്ക് മുഖേന വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള 7 ബാങ്ക് അക്കൗണ്ടുകൾ, ആ 7 ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് ആ ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര രൂപയാണെന്നും ആ ഒരു ഡോക്യുമെന്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ബാങ്ക് അക്കൗണ്ടിലെ ചെക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു തുക മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എത്തിയതിന് ശേഷം നടന്ന തിരിമറിയാണോ, അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പഴയ ഒരു തിരിമറിയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അതായത് ഒരു 7-8 മാസത്തിന് മുമ്പാണ് ഈ ഇത്തരത്തിൽ അഖിൽ സി വർഗീസ് എന്ന് പറഞ്ഞിട്ട് നഗരസഭയിൽ ഉണ്ടായിരുന്ന ക്ലർക്ക് മുഖേന ഇത്തരത്തിലൊരു 2.5 കോടി രൂപയുടെ പെൻഷൻ തട്ടിപ്പ് കോട്ടയം നഗരസഭയിൽ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ആ സമയത്ത് നടത്തിയ പരിശോധനകളിൽ നിന്നാണ്, അതായത് ഇത് പുറത്തു വന്നതിന് ശേഷം നടത്തിയ പരിശോധനകൾ അല്ലെങ്കിൽ അതിനു മുമ്പ് നടത്തിയ ഈ വിജിലൻസ് ഡയറക്ടറേറ്റിന് സംശയം തോന്നിയിട്ട് അതിനു മുമ്പ് നടത്തിയ പരിശോധനകളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ നൽകിയത്.